السلام عليكم ورحمة الله وبركاته. الحمد لله الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد، واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم، أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന സത്യം മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും
പ്രത്യേകമായി നമ്മെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിലൊക്കെയും നമ്മൾ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള നോമ്പും നമസ്കാരങ്ങളും അടക്കമുള്ള എല്ലാ ആരാധനാകർമ്മങ്ങളെയും കാരുണ്യവാനായ നാഥൻ പരിപൂർണ പ്രതിഫലാർഹമായ പരിപൂർണ ഇഖ്ലാസോടുകൂടിയുള്ള നിഫാഖിന്റെയും റിയാഇന്റെയും അംശങ്ങളേശാത്ത സൽക്കർമ്മങ്ങളായി ഖബൂൽ ചെയ്യുകയും അതിമഹത്തായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലമായി പ്രദാനം ചെയ്ത് നമ്മെ തുണക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിവന്ന പ്രാർത്ഥനകൾ അല്ലാഹു അതൊക്കെയും ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ 27ാം നാളിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. റമദാൻ പൂർത്തീകരിച്ച് പെരുന്നാൾ ആഗതമാകാൻ പോകുന്ന സന്ദർഭമാണ്. ഒരു വേള മാനസികമായി ഇന്നലത്തെ ഒരു രാവ് കഴിഞ്ഞതോടുകൂടി മിക്കവാറും നമ്മളെല്ലാവരും പെരുന്നാളിനോട് ഏറ്റവും അടുത്താണുള്ളത് എന്ന മനോഘടനയിലാണുള്ളത്. പെരുന്നാൾ ആഘോഷിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും അതിനുള്ള ആലോചനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതൊക്കെ ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ളതാണ് എന്നിരിക്കെ തന്നെ ഇപ്പോഴും നമ്മൾ ശവ്വാൽ 1 പെരുന്നാളിനേക്കാൾ പരിശുദ്ധ റമദാനിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിനങ്ങളിലേക്കും രാവുകളിലേക്കും തന്നെയാണ് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നുപോകാതിരിക്കുക. വളരെ ജാഗ്രതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന ഗൗരവത്തോടെ തന്നെ ഒരു വേള അതിനേക്കാൾ പ്രാധാന്യത്തോടെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് മാത്രമായി ചെലവഴിക്കേണ്ടുന്ന വിനിയോഗിക്കേണ്ടുന്ന സമയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വൈകുന്നേരം കലമുടക്കുന്നവരെ പോലെ ആയിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരുക, അല്ലെങ്കിൽ നൂൽ നെയ്യുക. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് ഒരു ഉദാഹരണമുള്ളത്. സമയം മുഴുവൻ ചെലവഴിച്ച് നൂല് നോറ്റ് വസ്ത്രം നെയ്തെടുത്ത സ്ത്രീയെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയായി അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മികവിൽ വളരെ ഭംഗിയായി മനോഹരമായി വസ്ത്രം നെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ ആ നൂലുകളെല്ലാം പിച്ചിപ്പറിച്ച് അത് പഴയ രൂപത്തിലേക്ക് തിരിച്ചാക്കിയ സ്ത്രീയെക്കുറിച്ച്, കർമ്മഫലങ്ങൾ പാഴാക്കി കളയുന്നതിനെ കുറിച്ച്, നശിപ്പിച്ചു കളയുന്നതിനെ കുറിച്ചുള്ള ഉദാഹരണമാണത്. അങ്ങനെ ആയിപ്പോകാതിരിക്കാൻ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കണം. വിശുദ്ധ റമദാനിൽ കടന്നുപോയിട്ടുള്ള കഴിഞ്ഞുപോയിട്ടുള്ള ദിനരാത്രങ്ങളെപ്പോലെ തന്നെ സവിശേഷമായ അതിനേക്കാൾ പ്രാധാന്യമുള്ള ദിവസങ്ങൾ ഇനിയും അവശേഷിക്കുന്ന ദിനങ്ങളിൽ കടന്നു വരാനുണ്ട് എന്ന ഒരു മനോഭാവത്തിൽ തന്നെയാണ് റമദാനിൽ അവശേഷിക്കുന്ന ദിനങ്ങളിൽ നമ്മൾ മുന്നോട്ടു പോകേണ്ടത്. നമുക്ക് ഓർമ്മയുണ്ട്,
വിശുദ്ധ റമദാനിനെ അതിനു മുമ്പുള്ള സമയങ്ങളിൽ വളരെ കൊതിയോടെ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാണ് വിശുദ്ധ റമദാനിലേക്ക് ആയുസ് കൊണ്ട് ആരോഗ്യത്തോടുകൂടി എത്തിച്ചേരാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ഒരു റമദാനിനെ കൂടി കിട്ടാൻ, ആ റമദാനിന്റെ പുണ്യങ്ങൾ നേടാൻ, ആ റമദാനിൽ ആയുസ്സിൽ അവസാനമായി ഏറ്റവും മഹത്തായ സൽക്കർമ്മങ്ങളും ആരാധനകളും അനുഷ്ഠിക്കാൻ ഭാഗ്യമുണ്ടാകുന്നതിന് വേണ്ടി, തൗഫീഖ് ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. അങ്ങനെ പ്രാർത്ഥിച്ചു കിട്ടിയ അവസരമാണിത്. റമദാൻ അവസാനിക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത്ര വിശേഷപ്പെട്ട ഒരു അതിഥിയെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് ഇരുന്ന് വാങ്ങിയ ഒരു അതിഥിയെ യാത്രയയക്കുന്ന ജാഗ്രതയും ശ്രദ്ധയും തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും വിശേഷപ്പെട്ട ഒരു അതിഥിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. റമദാൻ എന്ന് പറയുന്ന മഹത്തായ അതിഥി അതിനി തിരിച്ചു വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു അതിഥിയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളുമായിട്ടാണ്, എല്ലാ പുണ്യങ്ങളുമായിട്ടാണ് റമദാൻ കടന്നു വന്നത്. ആ റമദാൻ അവസാനിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുത്തിട്ടുണ്ട് എന്ന് റമദാനിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ നിമിഷം വരെ ജാഗരൂകരായിരിക്കേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടും ഈ അവസാനത്തെ ദിനങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടുന്ന ഏറ്റവും വിശേഷപ്പെട്ട രാവ് ലൈലത്തുൽ ഖദർ, അതിനെ നിങ്ങൾ റമദാനിലെ അവസാനം ബാക്കിയുള്ള 5 രാവുകളിൽ നിങ്ങൾ അതിനെ അന്വേഷിച്ചു കൊള്ളുക, അതിനെ തേടിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ റമദാനിൽ നിന്ന് അവശേഷിക്കുന്ന ഏറ്റവും അവസാനത്തെ 3 രാവുകളിൽ നിങ്ങൾ റമദാനിനെ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊള്ളുക, തേടിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും കടന്ന് റമദാനിലെ ഏറ്റവും അവസാനത്തെ രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആയുധം വെക്കാറായിട്ടില്ല, കഴിഞ്ഞെന്ന് കരുതി നെടുവീർപ്പിടാനായിട്ടില്ല. പ്രത്യേകിച്ചും ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കോരി വൈകുന്നേരം കലമടക്കുക എന്നത് സംഭവിക്കാതിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കർമ്മങ്ങളിൽ ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയും അത് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് ബിൽ ഖവാതീം, ആ കർമ്മങ്ങളുടെ ഏറ്റവും അവസാനത്തെ പര്യവസാനം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഉണ്ടാവുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവൻ സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള പണിയെടുത്തിട്ട് ജീവിതത്തിന്റെ അവസാനത്തെ ഒരു സന്ദർഭത്തിൽ കാലിടറിപ്പോയി നരകത്തിലേക്ക് പതിച്ചു പോകുന്ന ഹതഭാഗ്യവാനായ മനുഷ്യനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപക്ഷെ വഴികേടിലായി പോയതിനു ശേഷം സവിശേഷമായ ഒരു സന്ദർഭം കൊണ്ട്, ഒരു റമദാൻ കൊണ്ട്, ആ റമദാനിൽ കിട്ടിയ വെളിച്ചം കൊണ്ട് നന്നായി പോയയാൾ ഒരുപക്ഷെ ആ റമദാനിലെ ദിനരാത്രങ്ങൾ കൊണ്ടൊന്നും സാധ്യമാകാതെ ആ റമദാനിലെ അവസാനത്തെ 1-2 ദിനങ്ങൾ കൊണ്ടും രാവ് കൊണ്ടും ജീവിതത്തിലേക്ക് കിട്ടിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു വെളിച്ചം കൊണ്ട്, പ്രഭ കൊണ്ട് സ്വന്തം ജീവിതത്തെ നരകത്തിന്റെ പടുകയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് വഴി നടത്താൻ ഭാഗ്യമുണ്ടായ മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചതായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ജീവിതം അങ്ങനെയാണ്. ജീവിതം ഒരൊറ്റ ചാൻസാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരൊറ്റ ചാൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മൾ അടുത്ത ഒരു ചാൻസിന് വേണ്ടി കൊതിച്ചിട്ടും ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കിട്ടിയ ഒരു ചാൻസിനെ റൈറ്റ് ക്ലിക്ക് അടിച്ച് റിഫ്രഷ് ചെയ്യാനുള്ള,
അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തരുന്നു എന്നതാണ് അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ കാരുണ്യവും. ആ അല്ലാഹുവിന്റെ കാരുണ്യത്തെ മുഖവിലക്കെടുക്കുക, അതിനെ ഉപയോഗപ്പെടുത്തുക. മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹിമഹുള്ളയെ കുറിച്ച് അദ്ദേഹം ജീവിത പാഠങ്ങൾ പഠിപ്പിച്ച ഒരു സംഭവം ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പ് പലതവണ നമ്മളത് പരാമർശിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മറുഭാഗത്തു നിന്ന് ഒരു പ്രായമായ മനുഷ്യൻ കടന്നു വരുന്നു. പരസ്പരം കണ്ട് സലാം പറഞ്ഞ കുശലാന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം ഫുളൈൽ ഇബ്നു അയ്യാദ് റഹിമഹുള്ള ആ മനുഷ്യനോട് ചോദിച്ചു, കം മളാ മിൻ ഉമരിക്, നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് എത്ര കാലമാണ് കഴിഞ്ഞുപോയത് എന്നാണ് ചോദ്യം. അഥവാ നിങ്ങൾക്കിപ്പോൾ എത്ര പ്രായമായി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ മനുഷ്യൻ വളരെ സ്വാഭാവികമായി ലളിതമായി 60 ആമൻ 60 വർഷങ്ങൾ എന്ന് മറുപടി പറയും. 60 വയസ്സായിരിക്കുന്നു. ആയുസ്സിൽ നിന്ന് ജനിച്ചതിന് ശേഷം 60 വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. ഫുളൈൽ റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, മാഷാ അല്ലാഹ്, മുൻദു 60 ആമൻ അൻത തസീറു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹു കനിമ നൽകിയതാണ്, അല്ലാഹു ഉദ്ദേശിച്ച് നൽകിയതാണ്, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം കിട്ടിയതാണ്. 60 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു, 60 വയസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ 60 കൊല്ലക്കാലമായി, ദീർഘമായ ഈ 60 കൊല്ലക്കാലമായി താങ്കൾ അല്ലാഹുവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. മൻ സാറ 60 ആമൻ ഔശക അൻ യസിൽ. അതുകൊണ്ടൊരു കാര്യം അറിയണം, ജീവിതത്തിൽ ആയുസ് എന്ന് പറയുന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ70 എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്റെ ഉമ്മത്തിൽ ഉള്ള ആളുകളുടെ ശരാശരി ആയുസ് 60നും 70നും ഇടയിലാണ്. അപ്പൊ 60 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ 60 കൊല്ലമൊക്കെ അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ, തിരിച്ചു നടത്തത്തിൽ, സഞ്ചാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താറായിട്ടുണ്ട് എന്നതാണ്. ഈ പറഞ്ഞത് ആ മനുഷ്യന് ബേജാറുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ തന്റെ ആയുസ്സിൽ ഭൂരിഭാഗം കഴിഞ്ഞു പോയിരിക്കുന്നു, 60 കൊല്ലമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മരിക്കാറായിരിക്കുന്നു എന്നാണ് പച്ചയായ പറഞ്ഞിട്ടുള്ളത് എന്നത് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾക്ക് പേടിയുണ്ടായി. അയാൾ അങ്ങനെ ആ പേടിയിൽ, ബേജാറിൽ സ്തബ്ധനായിരിക്കുന്നതിനിടയിൽ ഫുളൈൽ റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ സാധാരണ നമ്മൾ വിപത്തുക്കൾ കേട്ടാൽ പറയുന്നത് പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായിരിക്കുന്നു, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ, ഞാൻ അള്ളാഹുവിനുള്ളതാണ്, ഞാൻ അള്ളാഹിന്റെതാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മളൊക്കെയും മടങ്ങുക എന്ന് സാധാരണ നമ്മൾ ചൊല്ലുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ വിശ്വാസവും സ്വബറുമുള്ളവർ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ബാധിക്കുമ്പോൾ അങ്ങനെ പറയുകയാണ് ചെയ്യുക. അവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ പറച്ചിലിനെ കുറിച്ചാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഇത് സാധാരണഗതിയിൽ ഒരു മരിപ്പ് കേൾക്കുമ്പോൾ നമുക്കും സ്വാഭാവികമായി നമ്മുടെ നാവിൽ വരുന്ന ഒരു വചനമാണ്, അത് ശീലമായിരിക്കുന്നു. ഫുളൈൽ റഹിമഹുള്ള ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയുമോ? അയാൾ പറഞ്ഞു, അതിന്റെ അർത്ഥം എനിക്കറിയാം, ഇന്നി ലില്ലാഹി അബ്ദുൻ വ ഇന്നി ഇലൈഹി റാജിഊൻ. ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമയാണെന്നും ഞാൻ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. ഫുളൈൽ റഹിമഹുള്ള അദ്ദേഹത്തോട് തുടർന്ന് പറഞ്ഞു, എങ്കിൽ താങ്കൾ ഒരു കാര്യം കൂടി അറിയണം, ഫൈദാ കുൻത റാജിഅൻ ഇലല്ലാഹ് ഫഅൻത മൗഖൂഫുൻ അമാമല്ലാഹ്. അങ്ങനെ നീ അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലുകയാണെങ്കിൽ നീ അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് നിർത്തപ്പെടും എന്നതും കൂടി നീ അറിയണം. ഫഅലം അന്നക മസ്ഊലുൻ അമാമല്ലാഹ്. അങ്ങനെ ഒറ്റക്ക് നിർത്തപ്പെട്ടതിന് ശേഷം നീ അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും, നീ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യം നീ അറിയണം. ഫഅഇദ്ദ ലിസ്സുആലി ജവാബ.
അതുകൊണ്ട് അങ്ങനെ അള്ളാന്റെ മുമ്പിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്ന ആ സന്ദർഭത്തിന് വേണ്ടി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി വെച്ചോ എന്ന് ഫുദൈൽ റഹിമഹുല്ലാഹ് ആ മനുഷ്യന് മുന്നറിയിപ്പ് നൽകി. ഇത് അദ്ദേഹത്തെ കൂടുതൽ ഭയപ്പെടുത്തി. അദ്ദേഹം വളരെ ഭയപ്പാടോടുകൂടി ഫുദൈൽ റഹിമഹുല്ലയോട് ഫമൽ ഹീലതു യാ ശൈഖേ, എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. 60 വർഷക്കാലം പാഴായി പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മുന്നിൽ അവശേഷിക്കുന്നത് ഉറപ്പു പറയാനാകാത്ത വളരെ പരിമിതമായ സമയങ്ങൾ മാത്രമാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ, ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം, കുറുക്കുവഴി എന്താണ് എന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഫുദൈൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, യസീറുൻ, കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, വലിയ പ്രയാസങ്ങളില്ല. ആയുസ്സിൽ ഭൂരിഭാഗം കഴിഞ്ഞുപോയി എന്നതോ അവശേഷിക്കുന്നത് എത്രയെന്ന് നമുക്ക് തിട്ടമില്ല എന്നതോ പ്രശ്നമല്ല. തുഹ്സിനു ഫീമാ ബഖിയ മിൻ ഉമരിക്, ജീവിതത്തിൽ ആയുസ്സിൽ അവശേഷിക്കുന്ന സമയം, ദിവസങ്ങൾ അതെത്ര കുറവാണെങ്കിലും ആ സമയങ്ങളിൽ ഇനി അവശേഷിക്കുന്ന ആയുസ്സിന്റെ ഭാഗത്ത് നന്മ ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുക. എങ്കിൽ എങ്കിൽ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. 60 കൊല്ലക്കാലം തെറ്റുകൾ ധാരാളമുണ്ട് എന്നത് പ്രശ്നമല്ല. ഇവിടെ ഈ സമയം ഒരു തീരുമാനമുണ്ടാകുമെങ്കിൽ നന്നായി കൊള്ളാമെന്ന് കഴിഞ്ഞുപോയ ഒരു ജീവിതത്തിൽ ഖേദപ്രകടനത്തോടുകൂടി ഇനി ആ തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഇനി അവശേഷിക്കുന്ന ദിനങ്ങൾ നന്മ ചെയ്ത് ജീവിച്ചുകൊള്ളാം എന്ന തീരുമാനമുണ്ടാകുമെങ്കിൽ കഴിഞ്ഞതൊക്കെ തേച്ചു മായ്ച്ചു കളയാൻ കഴിയും. അതല്ല, ഫഇൻ അസഅത ഫീമാ ബഖിയ ഉഖിദ്ത ബിമാ മദാ വമാ ബഖിയ, അതേ സമയത്ത് അവശേഷിക്കുന്ന ഒരായുസ്സിലും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലും ബാക്കിയുള്ള കാലത്തും ഇപ്പോൾ പോയതുപോലെ തന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ, ലക്കും ലഗാനുമില്ലാതെ കയറൂരി വിട്ട ഒരു ജീവിതമാണ് നയിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ, അതേപടി തുടരാനാണ് തീരുമാനമെങ്കിൽ, കഴിഞ്ഞുപോയതിന്റെ പേരിലും വരാനിരിക്കുന്നതിന്റെ പേരിലും ഉറപ്പായും പിടികൂടപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് ഫുദൈൽ റഹിമഹുല്ലാഹ് മനുഷ്യനെ ഉദ്ബോധിപ്പിച്ചു എന്നാണ്. ജീവിതം അങ്ങനെയാണ്, ഒരൊറ്റ അവസരമാണ്. ആ അവസരത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നവരാരോ അവരാണ് ഈ ജീവിതം കൊണ്ട് വിജയിക്കുന്നവർ. അതേ സമയത്ത് ജീവിതത്തിലെ ഈ ഒരു ചാൻസിന്റെ, ഈ ഒരൊറ്റ ദുനിയാവിൽ കിട്ടുന്ന ഈ ഒരൊറ്റ അവസരത്തിന്റെ ഗൗരവമറിയാത്തവർ ബെല്ലും ബ്രേക്കും ഇല്ലാതെ, ലക്കും ലഗാനുമില്ലാതെ നെറികെട്ട് തമ്മാടികളായി, താന്തോന്നികളായി ജീവിച്ചു സ്വന്തത്തെ നരകക്കയത്തിന്റെ പടുകുഴികളിലേക്ക് കൊണ്ടുപോയി എറിയുകയാണ് ചെയ്യുന്നത്. അവർ പടുവിട്ടികളാണ് ജീവിതത്തെ കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും, മനുഷ്യർക്ക് അബദ്ധങ്ങൾ സംഭവിക്കും. അത് വീണ്ടെടുക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകുന്നതിൽ സവിശേഷമായ ഒരു അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ പുതിയ ഒരു ജീവിതം ആരംഭിക്കാൻ പോകുന്നതിന്റെ ആഘോഷമാണ് ശവ്വാൽ 1 കടന്നു വരുന്നത്. ശവ്വാൽ 1 പെരുന്നാൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കുന്ന വിശുദ്ധ ഖുർആൻ റമദാനിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്തിന്റെ അവസാന ഭാഗത്ത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്, നന്ദി പ്രകടിപ്പിക്കുകയാണ്. അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി, പ്രകാശമായി, നന്മ തിന്മകളുടെ ഉരകല്ലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന് തത്തുല്യമായ നന്ദി പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. അല്ലാഹു ഞാൻ നിങ്ങൾക്ക് മഹത്തായ അനുഗ്രഹമായി ഖുർആൻ തന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചമായി, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമായി, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി
നന്മതിന്മകൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ മാനദണ്ഡമായി, നിങ്ങളുടെ സകല രോഗങ്ങളുടെയും ശിഫയായി, റഹ്മത്തായി, ബർക്കത്തായി വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തു തന്ന ഈ മഹത്തായ അനുഗ്രഹത്തിന് തത്തുല്യമായി നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം എന്നെങ്ങാനും അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോകുമായിരുന്നു. കാരണം അള്ളാഹു ചെയ്തു തന്ന ഓരനുഗ്രഹത്തിനും തത്തുല്യമായ അളവിൽ നന്ദി ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തന്നിരിക്കുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, ഈ മഹത്തായ അനുഗ്രഹത്തിന് നന്ദിയായി നിങ്ങൾ ഒരു മാസം ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. എന്തുകൊണ്ടാണ് ഖുർആനാകുന്ന മഹത്തായ അനുഗ്രഹത്തിന് പകരം ഒരു മാസത്തെ നോമ്പ് നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമിറക്കിയത് എന്ന് ചോദിച്ചാൽ, അത് അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തന്നതാണ്. നിങ്ങൾ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ ആ എളുപ്പമാക്കി തന്ന നോമ്പനുഷ്ഠാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വലിതുക്മിലുൽ ഇദ്ദ, അങ്ങനെ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം. വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് കണക്കാക്കപ്പെട്ട ദിനങ്ങളാണ്. മാസങ്ങൾ 29 or 30 ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 29 or 30 എണ്ണപ്പെട്ട ദിനങ്ങൾ, ആ ദിനങ്ങളെ നിങ്ങൾ എണ്ണി പൂർത്തിയാക്കുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അങ്ങനെ ആ എണ്ണി പൂർത്തിയാക്കുന്നതിന്റെ ഒടുവിൽ റമദാൻ അങ്ങനെ എണ്ണി പൂർത്തിയാക്കുമ്പോൾ തൊട്ടടുത്ത് ശവ്വാൽ മാസം കടന്നു വരും. ആ മാസത്തിൽ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് സന്മാർഗമേകിയതിന് അല്ലാഹുവിനെ തക്ബീർ ചൊല്ലാനുള്ള, അല്ലാഹുവിനെ പ്രകീർത്തിക്കാനുള്ള, അല്ലാഹുവിനെ മഹത്വപ്പെടുത്താനുള്ള സന്ദർഭമാണ് ആ കടന്നു വരുന്നത്. വലഅല്ലക്കും തഷ്കുറൂൻ. അങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനുള്ള നന്ദി പൂർത്തീകരിക്കുക. അപ്പൊ പുതിയ ഒരു ജീവിതം കിട്ടുന്നതിന്റെ, കഴിഞ്ഞുപോയ ജീവിതത്തിലെ എല്ലാ പാപക്കറകളും തേച്ചു മായ്ച്ചു കളഞ്ഞുവെന്ന് ഉറപ്പുവരുത്തി ശവ്വാൽ 1 ദിനം ഞാനിതാ പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, എനിക്ക് പുതിയ പരിശുദ്ധമായ പാപക്കറകളില്ലാത്ത ഒരു ജീവിതം റമദാനിൽ കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷ പ്രകടനമാണ് നമ്മുടെ ഈദാഘോഷം എന്ന് പറയുന്നത്. അപ്പൊ ആ സന്തോഷത്തിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരുന്നുണ്ട് എന്ന് ഈ റമദാനിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. റമദാനിലെ ഏറ്റവും അവസാനത്തെ രാവടക്കം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. ആ അവസാന രാവുകളിൽ, ആ അവസാന പകലിൽ ആണ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി. അവസാനത്തെ നോമ്പിന്റെ തുറയുടെ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് വളരെ ആത്മാർത്ഥമായി, അല്ലാഹുവേ എന്നെ മുത്തഖികളിൽ ഉൾപ്പെടുത്തണമേ, അങ്ങനെ എന്റെ അമലുകൾ നീ സ്വീകരിക്കണമേ എന്ന് നമ്മൾ നടത്തുന്ന അവസാനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. ഖിതാമുഹു മിസ്ക്. ആ പ്രാർത്ഥനയാവണം നമ്മുടെ ഈ റമദാൻ മാസത്തിലെ സകല കർമ്മങ്ങളുടെയും അവസാനത്തെ സീൽ എന്ന് പറയുന്നത്. ആ സീൽ കസ്തൂരി മണമുള്ള നമ്മുടെ പ്രാർത്ഥനയാവണം. അതിന് ശ്രദ്ധയുണ്ടാകണം. എല്ലാ ശ്രദ്ധയും കൈവിട്ട് ഇനി പെരുന്നാളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയമല്ല. ആ പെരുന്നാളിന് പോലും നമുക്ക് അർഹതയുണ്ടാകുന്നത് റമദാനിലെ അവസാനത്തെ നോമ്പ് തുറയുടെ സമയം വരെ. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ദാഹമൊക്കെ മാറിയിരിക്കുന്നു, ഞരമ്പുകളൊക്കെയും നനഞ്ഞിരിക്കുന്നു, അത് വരണ്ടു പോയതെടുത്ത് നനവ് പറ്റിയിരിക്കുന്നു. ഇതാ പ്രതിഫലം ഇതാ ഉറച്ചു പോകാൻ പോവുകയാണ്, പ്രതിഫലം ഉറപ്പാകാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടി, അല്ലെങ്കിൽ ആ കൊതിയോടെ, ആ പ്രാർത്ഥനയോടെ നോമ്പ് അവസാനിപ്പിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നോമ്പ് കൊണ്ട് കിട്ടേണ്ടുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വയാണ്. അതേ സമയത്ത് നോമ്പിൽ തഖ്വ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കാനുള്ള ഉപാധിയും തഖ്വ തന്നെയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖികളിൽ നിന്ന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അവസാന സമയം വരെ തഖ്വയുണ്ടായിരിക്കാൻ, എങ്കിലേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. തഖ്വയുണ്ടാകേണ്ടുന്ന സമയത്ര
എത്ര കാലമാണ് തഖ്വയുണ്ടാകേണ്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടി എല്ലാ ആഴ്ചയിലും നമ്മെ ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, മുഅ്മിനുകളെ തഖ്വ പുലർത്തേണ്ടത് പ്രകാരം തഖ്വ പുലർത്തണം. എത്ര കാലം വരെയാണ് ഈ തഖ്വ പുലർത്തേണ്ടത്? ഒരു റമദാൻ മാസത്തിൽ മാത്രമാണോ? ഒരു 27-ാം രാവ് വരെ മാത്രമാണോ? ആ റമദാൻ മാസത്തിൽ തന്നെ പള്ളിയിലേക്ക് വരുന്ന സമയത്താണോ? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടി തീർന്നു പോകുന്നതാണോ തഖ്വയുടെ സമയം? അള്ളാഹു പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയും വിധം യഥാർത്ഥ തഖ്വ പുലർത്തുക എന്നതാണ്. ഞാൻ അവസാനം ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ രോഗശയ്യയിൽ കിടന്നിട്ടാണെങ്കിലും വീട്ടിൽ കടന്നുറങ്ങുന്നതിനിടയിലാണെങ്കിലും വലിയ തിരക്കുകളിൽ ഞാൻ എന്റെ ഭൗതികമായ ഏർപ്പാടുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണെങ്കിലും ആയുസ് തീർന്നു പോകുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ ഞാൻ മുഅ്മിനായിട്ടേ മരിക്കുകയുള്ളൂ, ഒരു മുസ്ലിമായിട്ടേ മരിക്കുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്താനുള്ള സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാവുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ റമദാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു അത്തരം മുത്തഖികളിൽ നിന്നാണ് ഈ റമദാനിലെ അമലുകളൊക്കെ സ്വീകരിക്കുക. അങ്ങനെയുള്ള മുത്തഖികളെയാണ് റമദാനിന്റെ പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നുമൊക്കെ എല്ലാം സ്വീകരിക്കട്ടെ എന്ന് ആശംസകൾ അർപ്പിക്കുക ആ മുത്തഖികൾക്കാണ്. അതുകൊണ്ട് പെരുന്നാൾ ആഘോഷത്തിലേക്ക്, ആ ആശംസകളിലേക്ക്, ആ ആശംസകൾക്ക് അർഹരായിത്തീരും വീതം ഈ വിശുദ്ധ റമദാനിലെ അവസാനത്തെ സന്ദർഭങ്ങൾ വരെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ജാഗ്രതയുണ്ടാവുക. ഇത് നമ്മുടെ ജീവിതവുമായി വിജയവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് റമദാനിന്റെ ഒരു മനോഭാവവും മനോഘടനയും വിട്ടുമാറാതെ റമദാനിലെ അവസാനത്തെ പകൽ പൂർത്തിയാകുന്നത് വരെ റമദാനാണ്. ആ റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ തീർന്നു കിട്ടിയല്ലോ എന്ന മനസ്സമാധാനം ഉണ്ടാകുന്നത് കടുത്ത പാപമാണ്, കടുത്ത കുറ്റമാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മറിച്ച് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത പുണ്യങ്ങളുടെ പൂക്കാലമാണല്ലോ, നന്മകളുടെ വസന്തകാലമാണല്ലോ ഈ വിട പറഞ്ഞു പോകുന്നത് എന്ന വ്യസനവും എന്ന സങ്കടവും ഒരു മുഅ്മിനുണ്ടാകും വിധം ഈ റമദാനിനോടുള്ള ആത്മബന്ധം നമ്മൾ കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് വിശുദ്ധ റമദാൻ, ഈ വിശുദ്ധ റമദാൻ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത സകല നന്മകളുടെയും കേദാരമായി സകല നന്മകളും നമുക്ക് നേടിത്തരുന്ന സവിശേഷമായ ഒരു ആരാധനാ സീസണായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ നമുക്ക് മാറ്റി തീർക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا وأذكارنا ودعواتنا وصالح أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا.
اللهم اجعلنا ممن صام وقام رمضان إيمانا واحتسابا فاغفر لنا ما تقدم من ذنوبنا. اللهم اجعلنا ممن قام ليلة القدر إيمانا واحتسابا فاغفر لنا ما تقدم من ذنوبنا. اللهم اجعلنا ممن أدرك ليلة القدر. اللهم اجعلنا ممن أدرك خيرها وثوابها وعتقها وبركاتها. اللهم لا تجعلنا من المحرومين. اللهم اجعلنا من المقبولين. اللهم لا تجعلنا من المطرودين. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم أعزنا بالإسلام وأعز الإسلام بنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر. أشهد أن لا